ഏവർക്കും നമസ്കാരം. സർവാഭീഷ്ടപ്രദായിനിയും ആദിപരാശക്തിയുമായ ആറ്റുകാൽ ഭഗവതിക്ക് സാരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യൂ. ദീർഘമംഗല്യത്തിന് സ്വർണതാലി, ചുവന്ന പട്ടുസാരി എന്നിവ സമർപ്പിക്കുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ സവിശേഷ വഴിപാട്. മുൻപ് ഈ വഴിപാട് കൂടുതലായി നടത്തിയിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും അമ്മയെ ദർശിക്കാൻ വരുന്നവരാണ്. ഫലസിദ്ധി കണ്ട് മറ്റുള്ളവരും ഇത് ധാരാളമായി നടത്താറുണ്ട്. മനഃശാന്തിക്കും ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ആറ്റുകാൽ അമ്മയ്ക്ക് നടത്തുന്ന വഴിപാടാണ് കുങ്കുമാഭിഷേകം. രാവിലെ 7 മണി കഴിഞ്ഞുള്ള ശ്രീബലിക്ക് ശേഷമാണ് കുങ്കുമാഭിഷേകം നടത്തുന്നത്. ശ്രീകോവിലിന് പുറത്ത് സോപാനത്തിൽ അഭിഷേക പൂജയ്ക്ക് അഭിഷേക വിഗ്രഹം എടുത്തുവെച്ച ശേഷം പഞ്ചഗവ്യ അഭിഷേകം നടത്തും. തുടർന്ന് കുങ്കുമാഭിഷേകം നടത്തുന്നു. അഭിഷേകം ചെയ്ത കുങ്കുമം പ്രസാദം എപ്പോൾ വേണമെങ്കിലും ലഭിക്കും. ആറ്റുകാൽ ഭഗവതിക്ക് സാരി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മംഗല്യഭാഗ്യത്തിനാണ്. ശ്രീകോവിലിന് മുൻവശത്ത് പ്രധാന കവാടത്തിന് മുകളിലുള്ള ദേവീ വിഗ്രഹത്തിൽ അണിയിക്കുന്നതിനാണ് സാരി സമർപ്പിക്കുക. നേർച്ച നേർന്ന് 1 വർഷത്തിനകം മംഗല്യഭാഗ്യം ലഭിക്കും. വിവാഹശേഷമാണ് ചിലർ നേർച്ച സമർപ്പിക്കുന്നത്. 10 രൂപയും സാരിയുമാണ് സമർപ്പിക്കേണ്ടത്. ഇത് മുൻകൂട്ടി ബുക്കിംഗ് ചെയ്യണം. രാവിലെ 5 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് സാരി മാറ്റി അവസാനം അണിയുന്ന സാരി പിറ്റേ ദിവസം രാവിലെയാണ് മാറുന്നത്. ഈ സാരികൾ ലേലത്തിന് വയ്ക്കുമ്പോൾ ഓരോന്നും സ്വന്തമാക്കാൻ ഭക്തർ മത്സരിക്കുക പതിവാണ്. ഭക്തർ അവ വീടുകളിൽ പൂജാമുറിയിൽ ദിവ്യമായി സൂക്ഷിക്കും. ബാധോപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേരുന്നതിന് ആറ്റുകാലമ്മയ്ക്ക് വെടിവഴിപാട് നടത്തുന്നു. ഓരോ ഭക്തനും ക്ഷേത്രത്തിലെത്തുമ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള ബാധകൾ ശബ്ദ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിന് പുറത്തു നിൽക്കുമെന്നും തീയും ശബ്ദവും ഉപയോഗിച്ച് അവരെ ഒഴിവാക്കുന്നുവെന്നുമാണ് വിശ്വാസം. അന്തരീക്ഷ ശുദ്ധിക്ക് വേണ്ടിയും വെടിവഴിപാട് നടത്തുന്നുണ്ട്. ദേവീക്ഷേത്രങ്ങളിൽ വെടിവഴിപാടിന് പ്രാധാന്യം കൂടുതലാണ്. ആറ്റുകാലമ്മേ ശരണം.